ഈസ്റ്റർ ആയിക്കൊണ്ട് നമ്മുടെ ലഞ്ച് ദേ ഇവിടെയായിരുന്നു കേട്ടോ, റിവർ സൈഡ് ഗ്രിൽ റെസ്റ്റോറൻറ്റിൽ. നമ്മൾ മുമ്പ് ഇവിടെ വന്നത് പപ്പയുടെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയായിരുന്നു. അന്നേ നമുക്ക് ഇവിടെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഈസ്റ്ററിന് ലഞ്ചും അവിടെ തന്നെയാവാമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. ഇത് നിഹാര ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നിഹാര സ്പാ റിസോർട്ട് ഉണ്ട് നമുക്കിവിടെ എറണാകുളത്ത് കോതാട്. അവരുടെ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് റിവർ സൈഡ് ഗ്രിൽ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്നിവിടെ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ 12:30 സമയത്താണ് എത്തിയത്. ആകെ ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ ഒരു പ്രൈവസിയും ആ ഒരു ആംബിയൻസും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഗെറ്റ് ടുഗെദർ വേണം, എന്നാൽ ഒരുപാട് ബഹളങ്ങളുടെ ഇടയിലൊന്നും ആവരുതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നിഹാരയുടെ റിവർ സൈഡ് ഗ്രിൽ റെസ്റ്റോറൻറ്റിൽ വരണം കേട്ടോ. എന്തായാലും കൊള്ളാം. പൊന്നിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പൊന്നിനെ കാര്യമായിരുന്നു ഞങ്ങൾക്ക് പേടി. അവൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ആളുകളെയൊക്കെ കണ്ടാൽ ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉണ്ടാകുന്ന ഒരിതാണ്. ബട്ട് ഇവിടെ വന്നപ്പോൾ അവൻ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളും ഹാപ്പി ആയിരുന്നു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരാൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ അവനെ അവിടെ എല്ലാം ഒന്ന് കൊണ്ടുപോയി ചുറ്റി നടന്ന് കാണിച്ചു കൊടുത്തു. ചുറ്റിക്കറങ്ങി നടന്ന് തിരിച്ചു വന്നിട്ടും ഫുഡ് വന്നില്ല കേട്ടോ. അതിനുവേണ്ടി ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തിരിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ ഓർഡർ ചെയ്തത് വെജ് താലി മീൽസ് ആയിരുന്നു. അതിൻ്റെ കൂടെ കപ്പയും. അപ്പോൾ ആദ്യം വന്നത് കപ്പയും പിന്നെ അതുപോലെ പ്രോൺസിൻ്റെ കറിയും പിന്നെ ബീഫ് കോക്കനട്ട് ഇട്ട് ഫ്രൈയും ആയിരുന്നു വന്നത്. അതിനുശേഷം നമ്മുടെ താലി മീൽസ് വന്നു. താലി എടുക്കേണ്ടെന്നായിരുന്നു ഇപ്രാവശ്യം വിചാരിച്ചത്. പക്ഷേ ഈ കറികളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ താലി മീൽസ് തന്നെ വേണം. താലി മീൽസിൽ അവർ പൊക്കാളി റൈസ് ആണ് കേട്ടോ തരിക. എനിക്ക് പൊക്കാളി റൈസിനോട് മാത്രം വലിയൊരു താല്പര്യമില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അവർ നമുക്ക് നമ്മുടെ നോർമൽ റൈസ് തരുള്ളൂ. അങ്ങനെ നമ്മളെല്ലാം കൂട്ടി ഒരു പിടി പിടിക്കാൻ അങ്ങോട്ട് തുടങ്ങി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം ഒരു ഡിലേ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോഴേക്കും നമുക്ക് വയറ്റിൽ നല്ലോണം കത്തി കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് വന്നപ്പോൾ തന്നെ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫൈനലി പായസം. അത് വിട്ട് എനിക്കൊരു കളിയില്ലല്ലോ. പഴത്തിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ അതും കൂടെ ഇട്ട് ഞാൻ കുഴച്ചേനെ. അങ്ങനെ ലാസ്റ്റ് അവനെ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷം അവസാനിപ്പിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി.